ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിൽ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ വീഡിയോ ആയാണ് നിങ്ങളിൽ എത്തിച്ചിരുന്നത്. അത് നമ്മൾ നോട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ആർഗ്യുമെന്റ് ഫീൽഡിലേക്ക് കടക്കുകയാണ്. നമുക്ക് എങ്ങനെ ന്യായവാദ ശാസ്ത്രത്തിന്റെ അടുത്ത തലമായ എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചില ആർഗ്യുമെന്റ് പോയിന്റുകൾ വെച്ച് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പഠിച്ചത്. എന്നാൽ ഇന്ന് ഒരു അന്യമതസ്ഥനെ കാണുമ്പോൾ അവരോട് നമ്മൾ എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പറഞ്ഞു പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത പറയേണ്ടത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനം വളരെ അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ പറയുന്നത് കേട്ടുകൊണ്ട് വ്യക്തമായ മറുപടി നൽകുവാൻ നമ്മൾ ഒരുങ്ങി റെഡിയായിരിക്കണം എന്നാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്, അവരുടെ വിശ്വാസത്തെ നമ്മൾ ഹനിക്കുവാൻ വ്രണപ്പെടുത്തുവാൻ തുനിയാതിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരോട് കൂടി പറയുവാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുവാനും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിമിനോട് നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, മുസ്ലിങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. രണ്ടാമതായി അവരോട് ചോദിക്കുവാൻ ചില ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലും അല്ലെങ്കിൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. ആ ചില ചിന്തകളിലേക്ക് നമുക്ക് ഇന്ന് കടക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾ ആദ്യമേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ടായി? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത്? അതിന് അവർ മുന്നോട്ട് വെക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വാക്യമാണ് യേശുക്രിസ്തു പറയുന്നത്, നാളും നാഴികയും ഒക്കെ പുത്രൻ, ദൂതന്മാരോ പുത്രനോ അറിയുന്നില്ല, പിതാവ് മാത്രം അറിയുന്നു. അപ്പോൾ എല്ലാം അറിയാത്തവനായ യേശുക്രിസ്തു എങ്ങനെ നിങ്ങൾക്ക് ദൈവമാകുന്നു? നല്ലവൻ എന്ന് പിതാവിനെയാണ് വിളിക്കേണ്ടത്, തന്നെയല്ല എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ശക്തമായ ആർഗ്യുമെന്റ് നമ്മുടെ മുമ്പിൽ വിൽക്കുവാൻ ഇടയായിത്തീരും. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതല്ല, അവിടെ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഗഹനമായി പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരനോട് നമുക്ക് എങ്ങനെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുവാൻ കഴിയും? അതിന് അവരും വിശ്വസിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബൈബിളിലെ പഴയ നിയമഭാഗം. അതാണ് അവരോട് സംസാരിക്കുവാൻ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. അവർ പഴയ നിയമത്തിൽ നമ്മൾ യഹോവ എന്ന് പറയുന്നതിനെ അവർ ഹള്ള എന്ന് പറയുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ആൾമോസ്റ്റ് എല്ലാം എന്താണോ പഴയ നിയമത്തിൽ കാണുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത്. അവർ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് അവർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അള്ളാഹയെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. അള്ളാഹ് എന്ന് പറയുന്നത് ഖുറേഷ്യകളുടെ മിഡിൽ ഈസ്റ്റ് ഖുറേഷ്യകളുടെ ഒരു ദൈവമാണ്. എന്ന് വെച്ചാൽ ഈ ഖുറേഷ്യകൾക്ക് കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു, 300ഓളം ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു ദൈവത്തിന്റെ പേരായിരുന്നു ഈ അള്ളാഹു എന്നുള്ളത്.
അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത് 3 പെമ്മക്കളുള്ള ദൈവമായിട്ടാണ് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ചില ക്യാരക്ടേഴ്സോ സ്വഭാവമോ മക്കളുടെ പേരോ ഭാര്യയുടെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരൊക്കെ പറഞ്ഞാണ് നമ്മൾ ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ അവർ പറയുന്ന അള്ളാഹയെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ആ അള്ളാഹയ്ക്ക് 3 പെമ്മക്കളുണ്ട്. ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് അതിന് ഉള്ള സമയം ഇപ്പോഴില്ലല്ലോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ആ ദൈവത്തെയാണ് പഴയ നിയമത്തിൽ സ്ഥാപിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത്. അത് ഒഴിച്ചാൽ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. യശയ്യാപ്രവചനത്തിൽ പറയുന്നു, യശയ്യാപ്രവചനത്തിൽ യശയ്യാവ് പറയുന്നു, അവൻ വന്നു നമ്മളെ രക്ഷിക്കും എന്ന്. ആ വാക്യം ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. And it shall be said in the day, lo, this is our God, we have waited for him and he will save us. This is the Lord. ഇവിടെ ലോർഡ് എന്ന് പറയുന്നത് യഹോവയായിട്ടാണ്. We have waited for him. We will be glad and rejoice in his salvation. എന്റെ മലയാളം ഇങ്ങനെയാണ്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവൻ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനത്രേ നാം കാത്തിരുന്നു, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം. ഈ വാക്യം, മറ്റൊരു വാക്യമുണ്ട്, ഇത് 25:9 ഇനി 33 യശയ്യാപ്രവചനം 33:22 വാക്യം. For the Lord is our judge, the Lord is our lawgiver, the Lord is our king, he will save us. ഇങ്ങനെ അനേക വാക്യങ്ങൾ. യശയ്യാവ് 35:4 Say to those who anxious hearted, be strong, do not fear, behold your God will come with a vengeance, with the divine retribution, he will come to save you. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്നത് എന്ത്? യഹോവ വന്ന് നമ്മെ രക്ഷിക്കുമെന്ന് യശയ്യാപ്രവാചനിൽ കൂടി ദൈവം ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തതായ വേദഭാഗങ്ങളാണ്. കുറെ വാക്യങ്ങൾ നമുക്ക് അതിന്റെ ഭാഗമായി കാണാൻ കഴിയും. ഇവിടെ എല്ലാം പറയുന്ന ഈ യഹോവ ആണ് വന്ന് രക്ഷിക്കുന്നത്. ആ യഹോവ ആണ് യേശു ക്രിസ്തു എന്ന് തെളിയിക്കാൻ അനേകം മറ്റു വാക്യങ്ങളുണ്ട്. എന്താണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണിത്, അല്ലേ? യഹോവയ്ക്ക് വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും. സോ യഹോവയ്ക്ക് വഴി ഒരുക്കുവാനായി കടന്നു വരുന്നതായ യോഹന്നാൻ അല്ലെങ്കിൽ കടന്നു വരുന്നവന്റെ ശബ്ദം ആണ് ഈ യോഹന്നാൻ എന്നുള്ളത് വ്യക്തമാണ്. ആ യോഹന്നാൻ വഴിയൊരുക്കുന്നത് യഹോവയ്ക്കാണ്. അപ്പോൾ ആരാണ് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ യോഹന്നാൻ വഴിയൊരുക്കിയത് ഈ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. ഈ യേശു ക്രിസ്തുവിനെ അവർ കാത്തിരുന്നത് യേശു ക്രിസ്തു എന്നുള്ള ഒരു പേരിലല്ല, യേശു എന്നൊരു പേരിലല്ല, പിന്നെയോ മശിയ, അതിനെ ക്രിസ്തു എന്ന് നമ്മുടെ മലയാളം ഭാഷയിൽ പറയാം, ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ആ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അവർ കാത്തിരുന്നത്. അങ്ങനെ ഒരു പേര് പഴയ നിയമത്തിലില്ല. എന്നാൽ അവർ വിശ്വസിച്ചിരുന്നത് അനോയിന്റഡ് ആണ്. അങ്ങനെ ആ യഹോവയുടെ പഠനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു കൺക്ലൂഷനിലാണ്. ഇസ്രായേൽ മക്കൾ കാത്തിരുന്നതായ ആ മശിയ അല്ലെങ്കിൽ യഹോവ ഒന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തി നടക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. വീണ്ടും 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അവിടെയും വളരെ വ്യക്തമായി
കന്യക ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. എന്റെ പേര് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മളോട് കൂടെ അല്ല, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ അവരോട് സംസാരിക്കുകയും ബൈബിളിൽ പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കാണിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി അവർ വെക്കുന്ന ആർഗ്യുമെന്റുകളുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുവാൻ വേണ്ടി അവർ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, പിതാവല്ലാതെ പുത്രനോ ദൂതന്മാരോ അറിയാത്തൊരു കാര്യമാണ് നാളും നാഴികയും. അവിടെ നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഗോഡ് ഈസ് ബിയോണ്ട് ടൈം. ദൈവം സമയത്തിന് അതീതനാണ്, സമയത്തിന് മുകളിലുള്ളവനാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന് ഒരു പർട്ടിക്കുലർ ടൈമിനെ കുറിച്ച് പറയുവാൻ ഇല്ല, ഒരു പർട്ടിക്കുലർ ടൈമിനെ കുറിച്ച് പറയുവാനില്ല. അതിന് മറ്റൊരു ഭാഗമാണ് അന്ത്യനാൾ എന്നുള്ള ബൈബിളിലെ വാക്യം. ഈ അന്ത്യനാൾ എന്ന് പറയുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത്? അത് ആരംഭിക്കുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിന്റെ മരണശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന ഭാഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. അവിടെ പറയുന്നതായ ഈ അന്ത്യനാളിൽ ജഡത്തിന്മേലും എന്ത് പറയും, എന്റെ ആത്മാവിനെ പകരും എന്ന് പറയുന്ന പഴയ നിയമത്തിലെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് പത്രോസിന്റെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അന്ത്യനാൾ ആണ് എന്നുള്ളത്. അന്ത്യനാള് എന്ന് പറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചിട്ട് ഇന്ന് 2000 വർഷത്തോളമായി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അന്ത്യനാൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം എന്ന് പറയുന്നത് ബിയോണ്ട് ടൈമാണ്, സമയത്തിന് അതീതനായ ദൈവമാണ്. ഇനി 2 കാര്യങ്ങൾ നമ്മൾ അതെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നാളും നാഴികയും, ഇത് 2 കാര്യമാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അതിനെ ഒരു വിശകലനം ചെയ്ത് പഠിച്ചാൽ, ഒന്നും മനസ്സിരുത്തി ആഴത്തിൽ പഠിച്ചാൽ, there is no day and hour. ഈ 2 കാര്യങ്ങളാണ് ശിഷ്യന്മാർ ചോദിക്കുന്നതും യേശുക്രിസ്തു പറയാതിരിക്കുന്നതുമായ കാര്യം. ഡേ ആൻഡ് അവർ. യേശുക്രിസ്തുവിന് ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഒരു ഡേ അല്ലെങ്കിൽ ഒരു അവർ, പർട്ടിക്കുലർ ഡേ ആൻഡ് അവർ ഇല്ല എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ ഈ അടുത്ത സമയത്താണ് ന്യൂ ഇയർ ആഘോഷിച്ചത്, അല്ലെ? കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത്. ആ ന്യൂ ഇയർ ആഘോഷിച്ച് വേണ്ടി നമ്മൾ റെഡി ആകുമ്പോൾ പെട്ടെന്ന് ന്യൂസ് കണ്ടു. ന്യൂസ് വരുന്നു, ആൾറെഡി ന്യൂ ഇയർ എവിടെയാ? ഓസ്ട്രേലിയയിൽ ന്യൂ ഇയർ ആൾറെഡി അവർ ആഘോഷിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ന്യൂസിലൻഡിൽ അവർ ആഘോഷിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. എവിടുത്തെ കാര്യമാണ്? ഈ ഭൂമിയിലെ കാര്യമാണ്. ഈ ന്യൂ ഇയർ അവർ ആഘോഷിക്കുന്നത് ഒരു സമയത്തല്ല. ഒരു സമയത്ത്, ഒരു നാഴികയിലോ ഒരു ദിവസത്തിലോ ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ നമുക്ക് കഴിയാത്തൊരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? അങ്ങനെ ഒരു നാളിനെ കുറിച്ച്, നാഴികയെ കുറിച്ച് നമ്മളോട് എങ്ങനെ ദൈവത്തിന് പറഞ്ഞു തരാൻ കഴിയും? ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ലോകം മുഴുവൻ ഒരുമിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു ദിവസവും ഒരു നാഴികയും? രണ്ടുമില്ല. ഒരു ദിവസവും ഇല്ല, ഒരു നാഴികയും ഇല്ല. ഇവിടുന്ന് ഇത് തിരിഞ്ഞ് അമേരിക്കയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിരിക്കും. ഓസ്ട്രേലിയയുടെ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇപ്പൊ മൺഡേയിലായിരുന്നു എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ട്യൂസ്ഡേ ആയിരിക്കും. എത്ര വ്യത്യാസമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഒരു ഡേ ആൻഡ് അവർ ദൈവത്തിന് പറയാൻ കഴിയുന്നത്? അങ്ങനെ പറയാൻ കഴിയുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് കഴിയില്ല എന്നതുകൊണ്ട് ഒരിക്കലും
സോറി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ കഴിവുകേടായി അത് മനസ്സിലാക്കാൻ, അത് നമ്മുടെ കഴിവുകേടാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല, അത് നമുക്ക് അറിയുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതേ ആർഗ്യുമെന്റ് ആണ് നമ്മൾ യേശുക്രിസ്തു പറയുന്ന ഒരു പ്രവചനമുണ്ട്, അല്ലെങ്കിൽ പ്രവചനത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 നിലാവും 3 പകലും ഇരുന്നത് പോലെ. എന്നാൽ നമ്മൾ കണക്കൂട്ടി എത്ര കണക്കൂട്ടിയാലും 3 days and 3 nights never come. അതാണ് പ്രശ്നം. നമ്മൾ എന്താ കണക്കൂട്ടുന്നത്? നമ്മൾ ഇസ്രായേലിലുള്ള 3 days ഇസ്രായേലിലുള്ള 3 nights മാത്രമാണ് നമ്മൾ കണക്കൂട്ടുന്നത്. എന്നാൽ ദൈവം എന്ന് പറയുന്നത് ഈസ് എ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്. ദൈവം ലോകത്തിന്റെ ദൈവമാണ്, അല്ലാതെ ഇസ്രായേലിന്റെ ദൈവമല്ല. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഡേ ആണ്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ മുഴുവനുമുള്ള ഒരു ഡേ ആൻഡ് നൈറ്റ് ആണ്. ഇനി നിങ്ങൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാക്ട്ലി 3 days and 3 hours ഉണ്ടായിരിക്കും. കാരണം ഇസ്രായേലിൽ ഫ്രൈഡേ ഈവനിങ് അവർ യേശുവിനെ കല്ലറയിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതർ സൈഡില് അത് ഇറ്റ് വാസ് എ ഡേ, ഇസ്രായേലിൽ അത് നൈറ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഒരു ഡേ ആൻഡ് ഒരു നൈറ്റ് കഴിഞ്ഞു എന്ന് സാറ്റർഡേ ഈവനിങ്ങില്. ഇനി അടുത്തത് ഫ്രൈഡേ ഈവനിങ്ങില്. നെക്സ്റ്റ് സാറ്റർഡേ മോർണിംഗ് ഇസ്രായേലിൽ. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ നൈറ്റ് ആയി. അപ്പോൾ എത്രയായി? 2 nights and 1 day. 2 days and 2 nights. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അല്ലേ? വീഡിയോയിലായിരുന്നെങ്കിൽ ഞാൻ ഇത് എടുത്ത് കാണിക്കാമായിരുന്നു. മേ ബി ലേറ്റർ ഇഫ് യു റിക്വസ്റ്റ് ഞാൻ അത് വ്യക്തമാക്കി പറഞ്ഞു തരാം. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സാറ്റർഡേ ഈവനിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ഈവനിങ് അവിടെ നൈറ്റ് 3 nights, ഇവിടെ ഡേ 3 days. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അവർ പറയൂ യേശുക്രിസ്തു 3 days and 3 nights എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളെ പോലാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അവരോട് മറുപടികൾ നൽകേണ്ടത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു പറയുന്നു, നീ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. ചിലപ്പോൾ നമ്മളെ കുഴയ്ക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിട്ട് നമ്മൾ അത് കണ്ടിരിക്കാം. എന്നാൽ യേശുക്രിസ്തു എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിന് മറുപടി കിട്ടും. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായതാണ്. എന്താണ്? ദൈവം മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു. The word became flesh. John 1:14 അല്ലേ? John 1:14 says the word became flesh എന്ന് വ്യക്തമാക്കി യോഹന്നാൻ പറയുന്നു. അപ്പോൾ ദൈവം, വചനം എന്ന് പറയുന്നത് എന്താണ്? The word എന്ന് പറയുന്നത് it's a God. God became flesh. വചനം ജഡമായി തീർന്നു. ആ ജഡമായി തീർന്ന വചനമാണ് ഇസ്രായേലിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നത്. ജഡത്തോടാണ് ഈ പ്രിയ സഹോദരൻ വന്ന് ചോദിക്കുന്നത്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആരോടാ ചോദിക്കുന്നത്? ദൈവത്തോടല്ല ചോദിക്കുന്നത്. ദൈവം ജഡമായ ജഡത്തോടാണ് ചോദിക്കുന്നത് അല്ലെ? അതോ ദൈവത്തോടാണോ? ദൈവത്തോട് അവർക്ക് സംസാരിക്കുവാൻ കഴിയയില്ല, ദൈവത്തെ കാണാൻ കഴിയയില്ല, ദൈവത്തിന്റെ അടുത്ത് പോകാൻ കഴിയയില്ല. അപ്പോൾ ഈ സഹോദരൻ വന്ന് ചോദിക്കുന്നത് ആരോടാ? ഒരു പച്ചയായ മനുഷ്യനോട് അല്ലെ? ഒരു പച്ചയായ മനുഷ്യനോട് വന്ന് പറയാണ് ഗുരു. ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളത് പോലെയുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരു ഗുരുവായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ അവൻ ജഡത്തിലായിരിക്കുന്നു. ജഡത്തിന്റെ ചിന്തകൾ എന്താണ്? ആത്മാവിന് വിരോധമാണ് എന്ന് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമാക്കി പറയുന്നു.
അപ്പോൾ എന്താണ് നല്ലതല്ല എന്ന് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്? ഞാനായിരിക്കുന്ന ഈ അവസ്ഥ നല്ലതല്ല. എന്താണ് നല്ലത്? ഞാൻ ആയിരുന്ന പിതാവെന്ന അവസ്ഥയാണ് എനിക്ക്, അല്ലെങ്കിൽ ആ അവസ്ഥയാണ് നല്ലത്. ഒന്ന് പഠിക്കണം അതിനെ കുറിച്ച്. യേശുക്രിസ്തു നല്ലവനല്ല എന്ന് തന്നെ കുറിച്ച് താൻ തന്നെ പറയുവാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം, ദൈവം മനുഷ്യനായി 33.5 വർഷം ഇസ്രായേലിൽ തെക്ക് നിന്ന് വടക്കോട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത, സംസാരിച്ച്, പ്രസംഗിച്ച്, ആഹാരം കഴിച്ച്, ക്ഷീണിച്ചു, കരഞ്ഞു, ഉറങ്ങി, പിന്നെ എന്തെല്ലാം ചെയ്യാൻ ഒരു ജഡത്തിന്, ഒരു മനുഷ്യന് കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി, അല്ലെങ്കിൽ ആ അവസ്ഥ, ആ വ്യക്തിത്വം ഒരിക്കലും നല്ലതല്ല. എന്താണ് നല്ലത്? ആത്മാവായ ദൈവം, ആരും കണ്ടിട്ടില്ലാത്ത ദൈവം, ആർക്കും അടുത്തുകൂടാത്ത ദൈവം. ആ ദൈവം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? മനുഷ്യന് കാണത്തക്കവണ്ണം. മനുഷ്യന് കാണത്തക്കവണ്ണം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കണ്ണിന്റെ വീക്ഷിക്കുവാനുള്ള പരിധിയിലാണ് ഇപ്പോൾ ദൈവം. ആ ദൈവത്തിന് എങ്ങനെ പറയാൻ കഴിയും ഞാനാണ് നല്ലവനെന്ന്? അപ്പോൾ പറയുക, നല്ലവനായ ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവം, അല്ലെങ്കിൽ പിതാവായിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ പിതാവായിരിക്കുന്ന എൻ്റെ അവസ്ഥയാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കേണ്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരു ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അവരുടെ ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ ഏതെല്ലാം ആർഗ്യുമാണ്? യേശുക്രിസ്തു എല്ലാം അറിയില്ല എന്നുള്ളത്. യേശുക്രിസ്തുവിനെ അറിയാത്തതല്ല, അറിയാൻ കഴിയാതെയുള്ള കഴിവുകേട്, അല്ലെങ്കിൽ അറിയാതിരിക്കാനുള്ള കഴിവുകേടിനെയാണ് യേശുക്രിസ്തു പറയുന്നത് മനുഷ്യപുത്രൻ പോലും അറിയുന്നില്ല എന്ന്. അതുപോലെ തന്നെ നല്ല ഗുരു എന്ന് വിളിക്കുന്നത് മനുഷ്യനായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുന്നതാണ്, ഈ മാനുഷികത, ഈ മനുഷ്യന്റെ അവസ്ഥയിലായിരിക്കുന്ന ഞാൻ നല്ലതല്ല. ഞാൻ നല്ലതായിരിക്കുന്നത് പിതാവ് എന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാൻ നല്ലവൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.